കോട്ടപ്പടിയിൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ആ കാട്ടാനയെ കയറ്റിവിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യം തന്നെ വേണ്ടിവന്നു. ആ കാട്ടാന കരയിലേക്ക് കയറി വരാനായിട്ട് വലിയ രീതിയിൽ ബന്ധപ്പെട്ട് തന്നെയാണ് വനംവകുപ്പും പോലീസും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ആ ജോലിയിലേക്ക് കടന്നത്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പാണ് കോട്ടപ്പടിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാർഷിക വിളകളൊക്കെ തന്നെ നശിപ്പിക്കുന്നു. വ്യാപകമായ തോതിൽ കാട്ടാനകൾ ഇറങ്ങി വന്ന് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. ആന കയറി കൃഷി മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ആരാ ഉത്തരവാദി? ഇതിപ്പോ ഇവര് ഫോറസ്റ്റുകാർ വന്ന് ആരോടൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ആരെയൊക്കെ കണ്ടു ആനയെ കയറ്റാനുള്ള സംവിധാനം ചെയ്യുന്നത്. അതല്ലായിരുന്നു വേണ്ടത്. ഇവിടെ കൃഷിക്കാരോട് വേണ്ട സംസാരിക്കാൻ. ഇതൊരു ചെറിയ കിണറാണ്. കിണറിൽ നിന്ന് ആനയ്ക്ക് പുറത്തു കടക്കാൻ കഴിയുന്ന ചാലൊരുക്കുക എന്നത് വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഒരു JCB എത്തിച്ച് മണിക്കൂറുകൾ പരിശ്രമിച്ച് ചാലൊരുക്കി അതിലൂടെയാണ് കാട്ടാന പുറത്തേക്ക് കടന്നത്. എന്തായാലും അത് സുരക്ഷിതമായി കോട്ടപ്പടി വനമേഖലയിലേക്ക് കടന്നുപോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം കൂട്ടമായിട്ട് തന്നെ ആനകൾ ഇവിടെ എത്തി ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ കൃഷിയൊക്കെ നശിപ്പിക്കും, പൂർണ്ണമായിട്ട് നശിപ്പിക്കും. ആന ഈ വനത്തിന്റെ അടുത്ത് തന്നെ നിൽക്കും, ഒന്നും പോവില്ല ആന. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അത്രമേൽ അവരുടെ ജനജീവിതത്തെ രൂക്ഷമായി ബാധിച്ചിരിക്കുക. കോട്ടപ്പടിയിൽ നിന്നും നിഖിൽ ജോസഫിനുമൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.